ബാലിയിലെ പ്രശസ്തമായ നാസി ഗുരേങ് കഴിച്ച് ഉബുദിലെ ഒരു കാപ്പി നിർമ്മാണ യൂണിറ്റിലേക്ക് ആണ് ഇപ്പോൾ പോകുന്നത്. കാപ്പിയെ കൂടാതെ ഇവിടെ നെല്ലും വാനിലയും കൊക്കോയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാപ്പിയായ കോപ്പി ലുവാക് ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്കാണ്. ഈ കൂട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സിവറ്റ് കാറ്റ് എന്ന മൃഗം ഭക്ഷിച്ച ശേഷം ദഹിക്കാതെ വിസർജിക്കുന്ന കാപ്പിക്കുരുക്കളെ പ്രോസസ് ചെയ്താണ് കോപ്പി ലുവാക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം 1 കിലോഗ്രാമിന് 20,000 രൂപയ്ക്ക് മുകളിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലയുണ്ട് ഇതിന്. അടുത്തത് നേരെ പോകുന്നത് തീർത്ഥ എംബുൾ ക്ഷേത്രത്തിലേക്ക്. ഹോളി സ്പ്രിംഗ് അഥവാ ഭൂമിയിൽ നിന്നുത്ഭവിക്കുന്ന പരിപാവനമായ നീരുറവയാൽ പ്രസിദ്ധമായ ക്ഷേത്രം. തീർത്ഥ എംബുൾ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സരുങ് എന്ന വസ്ത്രം ധരിച്ചു വേണം അകത്ത് പ്രവേശിക്കാൻ. അത് ബാലിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സൗജന്യമായി ലഭിക്കും. ക്ഷേത്രത്തിനകത്ത് കുറേ അങ്കണങ്ങളുണ്ട്. ഹോളി സ്പ്രിംഗ് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് മെലൂകാട്ട് എന്ന സ്നാനം നടക്കുന്നത്. ഓരോ നീരുറവകളിലും മാറി മാറി പ്രാർത്ഥനയോടെ സ്വയം പരിശുദ്ധമാക്കുന്ന പ്രക്രിയയെ ഇവിടുത്തുകാർ മെലൂകാട്ട് എന്നു പറയുന്നു. ബാലിയിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയെല്ലാം ഇന്ത്യയിൽ നിന്നും വളരെ വിഭിന്നമാണ്. ഇവിടുത്തെ ആരാധനയെല്ലാം നടക്കുന്നത് വിനോദസഞ്ചാരികളുടെ പ്രവേശന സമയം കഴിഞ്ഞിട്ടാണ്. ക്ഷേത്രത്തിന് പുറത്ത് വഴിയോര കച്ചവടങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. ഇനി ഉബുദ് ടൗണിൻ്റെ സെൻട്രലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഉബുദ് പാലസിലേക്ക്. ഉബുദിലെ രാജവംശത്തിൽപ്പെട്ടവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇത്. കരിങ്കൽ ശില്പങ്ങൾ ഈ സ്ഥലത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. പ്രവേശന ഫീസില്ലാത്ത ഇവിടുത്തെ ചുരുക്കം ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. ഉബുദിലെ കൊട്ടാരത്തോടും സുന്ദരമായ ഈ ചെറു പട്ടണത്തോടും വിട പറയാൻ സമയമായിരിക്കുന്നു. ബാലിയിൽ ട്രാഫിക് ബ്ലോക്ക് അതിഭയാനകമാണ്. 40 കിലോമീറ്ററിന് 2 മണിക്കൂർ ഒക്കെ എടുക്കാം. വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കിനനുസരിച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാൻ ബാലി ഭരണകൂടത്തിനായിട്ടില്ല എന്നത് തന്നെ പ്രധാന കാരണം.
ഇനി തിരിച്ച് ഡെൻപസാറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തീരദേശ പട്ടണമായ ലഗിയാനിലേക്ക് യാത്ര തിരിക്കുന്നു, ബാലിദ്വീപിൻ്റെ അടുത്ത വൈവിധ്യതയുടെ മുഖം കാണുവാൻ.